ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് കണ്ടതാണ് ഇന്ത്യയുടെ കരുത്തുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ വാങ്ങുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? നാം കരുത്തുള്ള രാജ്യമാണ്. അപ്പോൾ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായല്ലേ റഫേൽ വിമാനങ്ങൾ കൂടുതൽ വാങ്ങാനും അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തുന്നത്? ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ട് കോൺഗ്രസ് ഭരണകാലത്ത് പൊതുവേ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയൊക്കെ വേസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് കാലാകാലങ്ങളായിട്ട് ധനമന്ത്രിമാർ പിന്തുടർന്ന് വന്ന ഒരു നയം. ആയുധം വാങ്ങിയാൽ പട്ടിണി കുറയുമോ? അല്ല, ആയുധം വാങ്ങാൻ മാത്രമല്ല, ഡിഫൻസിന് വേണ്ടി കൊടുക്കുന്നതൊക്കെ വേസ്റ്റാണ്. കാര്യം ഡിഫൻസിൽ നിന്ന് പ്രൊഡക്ഷൻ ഒന്നുമില്ലല്ലോ, റിട്ടേൺസ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്ന പൈസയൊക്കെ വേസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് പലപ്പോഴും 3 സൈന്യങ്ങൾക്കുള്ള പരാതി. കാര്യം ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ തയ്യാറാക്കി വയ്ക്കുന്ന ബജറ്റ് ലോകത്തുള്ള മറ്റ് ഇപ്പം ത്രെട്ട് ഇല്ലാത്ത രാജ്യങ്ങൾ മാറ്റിവെക്കുന്ന തുകയും നമ്മുടെ തുകയായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അമേരിക്കയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റ് രാജ്യങ്ങളിൽ ബേസ് ഉണ്ടാക്കാനും അവിടെ ആക്രമണങ്ങൾ നടത്താനും കൂലിക്ക് യുദ്ധം ചെയ്യാനും ഒക്കെയാണ് അവർ ബജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ബജറ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ പ്രതിരോധ ബജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിനിസ്ട്രി ഓഫ് വാർസ് ആണ്. നമുക്ക് യുദ്ധത്തിനുള്ള ബജറ്റല്ല, നമുക്ക് പ്രതിരോധത്തിനുള്ള ബജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇത് മിനിസ്ട്രിയിൽ നിന്ന് വളരെ കാലാകാലങ്ങളായിട്ട് വളരെ തണുത്ത ഒരു പ്രതികരണമാണ് ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രീ എ കെ ആന്റണിയുടെ കാലത്താണ് പ്രതിരോധ ബജറ്റിൽ ഏറ്റവും വലിയൊരു എമൗണ്ട് ആയിട്ടുള്ള റഫാൽ ജെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഒപ്പിടുന്നത്. പക്ഷേ അത് മെറ്റീരിയലൈസ് ചെയ്യാതെ പോയത് ഇത്തരം ഒരു ചിന്താഗതി കാരണമാണ്. ഇത്രയും 1000 കോടി രൂപ നമ്മൾ എന്തിനാണ് ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത്? നമ്മളിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ MiG-21 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. കഴിഞ്ഞ മാസം അതിന് സെൻഡ് ഓഫ് കൊടുത്തു. ഇനിയിപ്പോൾ ഒഫീഷ്യൽ സെൻഡ് ഓഫ് ഈ മാസത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയും 600ഓളം മിഗ് വിമാനങ്ങൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതിൽ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്, ഫേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിച്ചമുള്ളതെല്ലാം കൂടെ MiG-21 എന്ന് പറയുന്ന ഒരു കുടുംബം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പം ഇതിന് പകരമുള്ള റഫേൽ വാങ്ങിക്കാനാണ് നമ്മൾ 15 വർഷം കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മിനിസ്ട്രിയുടെ ഇടപെടലുകൾ, അവരൊരു തണുത്ത സമീപനം കാരണം നമുക്കത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് അത് മെറ്റീരിയലൈസ് ചെയ്തപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ എതിർപ്പുണ്ടായത്. എതിർപ്പുണ്ടാകാൻ കാരണം ഇതിൻ്റെ വില കൂടിപ്പോയി, എണ്ണം കുറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ ഫയലുകളും ഇതെല്ലാം വർഷങ്ങളോളം അവരുടെ മേശപ്പുറത്തുണ്ടായിരുന്നതാണ്. റഫാലുമായിട്ടുള്ള എല്ലാ ഡിസ്കഷനും അവർക്കറിയാമായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കുള്ള ലേറ്റസ്റ്റ് സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പുതിയ അതിഥികൾ വരുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. 2 ലക്ഷം കോടി രൂപ, അതായത് ഇന്ത്യയുടെ ഡിഫൻസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുക ചെലവാക്കിയിട്ട് 114 റഫാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഒരു പ്രപ്പോസൽ കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ടിൻ്റെ സംഖ്യയല്ല നമുക്ക് വലുത്, ഈ വിമാനങ്ങളിൽ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഡിഫൻസ് പ്രൊഡക്ഷനിൽ, പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് പ്രൊഡക്ഷനിൽ ഇന്ത്യ ഒരിക്കലും ഒന്നും അല്ലായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. HAL നമ്മളുണ്ടെങ്കിലും പലരുടെയും ലൈസൻസ്ഡ് വിമാനങ്ങൾ ഉണ്ടാക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, മോഡിഫിക്കേഷൻ, അതിൻ്റെ ഓവറോളിങ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ റഫാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് ഈ 2 ലക്ഷം കോടി രൂപ. അതായത് ഇതിൻ്റെ ഒരു 60% എമൗണ്ട് ഇന്ത്യയിൽ തന്നെ സെല്ലാവും. അപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഡിഫൻസിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ട് നാട്ടുകാർക്ക് എന്ത് ഗുണമാണ്? അപ്പം ഇതിനകത്ത് ഈ 60% എമൗണ്ട് ഇന്ത്യയിൽ തന്നെ ചിലവാക്കുമ്പോഴത്തേക്ക് എയർഫോഴ്സിന് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഇതിൽ ജോലിയെടുക്കുന്ന ആൾക്കാർ എന്തുമാത്രം തൊഴിലവസരങ്ങളുണ്ടാവും, ഇതിൽ പ്രവർത്തിക്കുന്ന നമ്മളെ വെൻഡേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, അവർക്കെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയാണ്. അപ്പം ഡിഫൻസ് പ്രൊഡക്ഷൻ കുറച്ച് നാളുകളായി നാം നോക്കുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യ വിൽക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ വളർന്നല്ലോ. തീർച്ചയായും. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത് ഇത് വാങ്ങിക്കുമ്പോഴത്തേക്ക് എണ്ണം കുറച്ചും വില കൂട്ടിയാണ് വാങ്ങിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി ട്രാൻസ്ഫറോടെയാണ് വാങ്ങിച്ചത്. നമ്മൾ MiG-21 1960 തൊട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ഈവൻ MiG-21ൻ്റെ എൻജിൻ ടെക്നോളജി പോലും നമുക്ക് റഷ്യ തന്നിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ വിമാനത്തിൻ്റെ എൻജിൻ മാനുഫാക്ചറിങ് ടെക്നോളജി നമുക്ക് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഉണ്ടാക്കാനുള്ള ലൈസൻസ് വളരെ പരിമിതമായിരുന്നു. ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള അനുമതിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഇൻഡിജനൈസ് ചെയ്യുകയാണ്. ഓരോ വിമാനവും നമ്മൾ ചിലവാക്കുന്ന പൈസയിൽ 60% ഇന്ത്യയിൽ വേണമെന്നുള്ളത് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ടാണ് ഡിഫൻസ് പ്രൊഡക്ഷൻസ് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. ഈ 15 വർഷം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ്
സ്പെൻഡിങ്, പ്രത്യേകിച്ച് അക്വിസിഷൻ, പുതിയ വിമാനങ്ങൾ വാങ്ങുന്നത്, അന്തർവാഹിനികൾ വാങ്ങുന്നത്, ടാങ്കുകൾ വാങ്ങിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പർച്ചേസിങ് നമ്മൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സാധനങ്ങൾ, ഇതിൻ്റെ സ്പെയർസ് എല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വരികയാണ്. ഇപ്പോൾ 2035 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എക്സ്പോർട്ടറായിട്ട് പോകാനുള്ള ഒരു രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യ കയറ്റുമതിക്ക് ശ്രമിക്കുമ്പോഴും അമേരിക്ക F-series നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല, F-16 അമേരിക്കൻ വിമാനങ്ങൾ നമുക്ക് വേണ്ട. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ വിമാനങ്ങൾ ഏത് രാജ്യങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സോഫ്റ്റ്വെയർ അവർ കൊടുക്കത്തില്ല. നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയറും കോഡും അവർ കൊടുക്കത്തില്ല. മാത്രമല്ല, അവർക്ക് ഏത് ലൊക്കേഷനിൽ ഇരുന്നും കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവരെ വിമാനങ്ങൾ വയ്ക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ പാകിസ്ഥാൻ്റെ തന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റി മാനേജ് ചെയ്യുന്നത് അമേരിക്കയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ അവിടെ അവർക്ക് കൊടുത്തേക്കുന്ന F-16 മെയിൻ്റനൻസും ഇതെല്ലാം അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സാധനം, ഇതിൻ്റെയൊക്കെ സ്പെയർ അമേരിക്ക കൊടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ F-16 ഒന്നും പറക്കത്തില്ല. കാര്യം പറക്കുന്ന സാധനങ്ങൾക്കെല്ലാം സ്പെയർ വേണമല്ലോ. സ്പെയർ, മെയിൻ്റനൻസ്, ഓവർഹാളിങ് ഇതെല്ലാം അമേരിക്കയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിമത്ത രീതിയിൽ ഉള്ള ഒരു സ്ലേവറി ആയിട്ടുള്ള ഒരു പർച്ചേസിങ്ങിന് ഇന്ത്യ ഒരിക്കലും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും കാലമായിട്ട് അമേരിക്ക എന്നൊരു വിമാനം വാങ്ങിച്ച് ഇതുവരെയും പറത്താത്തത്. അമേരിക്കയുടെ എഞ്ചിനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു മേജർ അക്വിസിഷൻ ഇതുവരെയും അമേരിക്കയായിട്ടൊരു സ്ട്രാറ്റജിക് അലയൻസ് അമേരിക്കയായിട്ട് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. കാര്യം ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അവർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ണറാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് ഇന്ത്യക്ക് പ്രിഫർ ചെയ്യാനില്ല. ചുമ്മാ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാര്യം അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അതിൻ്റെ ബെൻസ് കാറിൻ്റെ മാതിരിയാണ്. ബെൻസ് കാറിനേക്കാളും വിലയാണ് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ വിമാനങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് അമേരിക്കൻ ഡോളറിൽ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റഫാലിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നത് സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ചിലെ തന്നെ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ അടുത്ത ജനറേഷൻ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള 5th ജനറേഷൻ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഇന്ത്യ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടുതലും നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ 60% പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ നമ്മൾ ഒരു പൈസയെങ്കിലും ചിലവാക്കുകയുള്ളൂ. അത് നമ്മൾ ചിലവാക്കുന്ന 1 രൂപയിൽ 60 പൈസ ഇന്ത്യയിൽ ചിലവാക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി. അപ്പം അതുകൊണ്ടാണ് മറ്റ് കമ്പനികളൊക്കെ ഇന്ത്യയിലോട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ പോലും തയ്യാറാവുന്നത്. പക്ഷേ നമ്മുടെ ഒരു എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പോളിസി ചേഞ്ച് ലുക്ക് ടു ഫ്രാൻസ് ആണ്. നമ്മൾ ഫ്രാൻസിനെയാണ് ഒരു സൗഹൃദ രാഷ്ട്രമായിട്ട് എടുത്തേക്കുന്നത്. കാര്യം ഫ്രാൻസിൻ്റെ മിറാജ്, ജഗ്വാർ, അല്ല, ആ കമ്പനിയുടെ ഒരു ഇമേജ് തകർക്കാൻ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ അവർ അലൈസ് ആയിരുന്നെങ്കിലും ഫ്രാൻസും അമേരിക്കയും തമ്മിൽ ഇച്ചിരി അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്. ഫ്രാൻസ് ഈ ലെവലിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ഒരു ജെറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഫ്രാൻസാണ്. ബാക്കി എല്ലാവർക്കും ഈ കൺസോർഷ്യം ഉള്ളൂ, യൂറോ ഫൈറ്റർ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം നല്ലൊരു ഫൈറ്റർ ബ്രിട്ടൻ പോലും സ്വന്തമായിട്ട് നല്ലൊരു ഫൈറ്റർ ഉണ്ടാക്കി വിൽക്കുന്നില്ല. ഇപ്പോൾ റഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിലയബിൾ ആയിട്ടൊരു പാർട്ണറായിട്ട് നമ്മൾ കാണുന്നത് ഫ്രാൻസാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രാൻസിൻ്റെ നിന്ന് കൂടുതൽ അക്വിസിഷൻ വാങ്ങിക്കുന്നതും ടെക്നോളജി വാങ്ങിക്കുന്നത്. കാര്യം എപ്പോഴും ഫ്രാൻസിൻ്റെ പ്രസിഡന്റുമാരും നമ്മൾ നരേന്ദ്രമോദിയായിട്ടൊക്കെ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസിൻ്റെ ഗവൺമെൻറ് ഒരുമാതിരി സ്ഥിരമാണ്. ഇതുപോലെ ഒരു നമ്മുടെ ട്രംപിനെ മാതിരി എന്താ പറയുന്ന ഒരു കോമരം തുള്ളൽ മാതിരി ഉറഞ്ഞു തുള്ളുന്ന ഒരു രീതിയൊന്നുമില്ല. അവരുടെ ഡിപ്ലോമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യ പരാമർശങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇന്ത്യയും ഫ്രാൻസുമായിട്ട് കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് ടെക്നോളജി ഏരിയയിൽ. അതുകൊണ്ട് നമ്മൾ നോക്കുന്നത് ഫ്രാൻസിൽ നിന്ന് കൂടുതൽ അക്വിസിഷൻ വാങ്ങിക്കാനും ഫ്രാൻസുമായിട്ട് നമ്മൾ കൂടുതൽ ചേർന്ന് കൂടുതൽ ആയിരിക്കും നമ്മൾ അടുത്ത കാലത്തോട്ട് പോകാൻ പോകുന്നത്. കാര്യം ഇപ്പോൾ എയർ ഇന്ത്യ തന്നെ അവർ അമേരിക്ക കമ്പനിക്ക് ബോയിങ്ങിന് പാസഞ്ചർ വിമാനത്തിലുള്ള കരാർ കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഫ്രാൻസിലെ മെയിൻ കമ്പനിയായിട്ടുള്ള എയർബസിനും കൊടുത്തു. കാര്യം നമുക്ക് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാല് റഷ്യയും ഒരു കാല് ഫ്രഞ്ചും അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അമേരിക്ക നമ്മളൊരു ഡിഫൻസ് പാർട്ണറായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. കാര്യം അവർ റിലയബിൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു പാർട്ണറല്ല. ഇപ്പോൾ തന്നെ ഇറക്കുമതി ചുങ്കം ഇത്രയും കൂട്ടി. ഇപ്പം ഇനി അമേരിക്കയിൽ നിന്ന് എയർ ഇന്ത്യ വാങ്ങാൻ പോകുന്ന വിമാനങ്ങൾക്ക്
നമ്മൾ ഇതുപോലെ ചുങ്കം ഇടുകയാണെങ്കിൽ ആ ഡീൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. അത് $80 ബില്യൺ ഒരു ഡീലാണ്. അത് നമ്മുടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഗ്യാപ്പിനെക്കാളും കൂടുതൽ വരും ആ ഒരൊറ്റ ഡീല്. അപ്പോൾ നമ്മൾ ട്രേഡ് സർപ്ലസ് ആയിട്ട് വരും. നമ്മൾ ആ ഡീല് ആ ഡീല് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളും അമേരിക്കയിലുള്ള ഒരു ട്രേഡ് സർപ്ലസിലോട്ട് വരും നമ്മൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ടാക്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കുമതിക്ക് നമ്മൾ തീരുവ ഇട്ട് കഴിഞ്ഞാൽ വിമാനങ്ങൾ ഇറക്കുമതി തീരുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യക്ക് ആ കരാറ് വേണ്ടാന്ന് വെക്കേണ്ടി വരും. കാര്യം ലാഭകരമല്ല അത്. പിന്നെ ഇതൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പം കൂടുതൽ മനസ്സ് കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വിവരം. എന്തായാലും നമ്മൾ പുതിയ അതിഥികളെ നമ്മൾ വെയിറ്റ് ചെയ്യാം. റഫാല് ഇന്ത്യയിലുണ്ടാക്കിയ റഫാലും ഒക്കെ ലോകത്തിൻ്റെ ആകാശങ്ങൾ കീഴടക്കുന്ന ഒരു സമയം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ റഫാലിനുള്ള കുശുമ്പാണ് ബോയിങ് കമ്പനിയും ലോക്കീഡ് മാർട്ടിനും ഒക്കെ ചേർന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് റഫാലിനെതിരാക്കി ഉണ്ടാക്കിയ ഒരു. പിന്നെ റഫാലിൻ്റെ ഒരു വിമാനം വീഴുന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റഫാൽ കമ്പനിക്ക് അറിയാൻ പറ്റും. വേറെ ആർക്കറിഞ്ഞുണ്ടെങ്കിലും റഫാലിന് കമ്പനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അവർ പറയുന്നതായിരിക്കും അതിനകത്ത് ഏറ്റവും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.